ഹലോ, അപ്പം ഇന്നൊരു കുട്ടി സ്മൂത്തി ഉണ്ടാക്കിയാലോ? അപ്പം അതിനാദ്യം വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിന് പല നാട്ടിലും പല പേരൊക്കെ ആയിരിക്കും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഏത്തപ്പഴം എന്നാണ് പറയുക. ഇതിനെ ഞാൻ ഒരു ഹാഫ് എടുക്കുന്നുണ്ട്, ഹാഫ് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനൊന്ന് പിന്നെ പറയാവേ. അപ്പം ആദ്യം നമ്മൾ ഹാഫ് ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുക. ഷുഗർ മീൻസ് നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച്. ചിലർ ഷുഗർ ഇല്ലാതെ ആയിരിക്കും കുടിക്കുക, ചിലർ ഷുഗർ ആഡ് ചെയ്തിട്ടായിരിക്കും. എനിക്ക് കുറച്ച് ഷുഗർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്മൂത്തിയിൽ ഓറിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ഓറിയോ സ്മൂത്തിയാണ്. അപ്പം ഓറിയോ ബിസ്ക്കറ്റ് ഒരു 2 എണ്ണമൊക്കെ ഇട്ടാൽ മതി, അധികം ഇടണ്ട. ഒരു 2 ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നോർമൽ സ്മൂത്തിനെക്കാട്ടിലും ഓറിയോ സ്മൂത്തി നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം, കിടിലനായിരിക്കും. അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തത് ഈ കളർ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ബൂസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്യുവേ. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടി പാലാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കട്ടി പാൽ ആഡ് ചെയ്ത് കൊടുത്തു. പാലിൻ്റെ കൂടെ ഞാൻ 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ടേസ്റ്റി ആയിരിക്കും. പാല് മാത്രമാകുമ്പോൾ കുറച്ച് കട്ടി കൂടിപ്പം, കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുമ്പം കുറച്ച് വെള്ളം കണക്കിരിക്കും. എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ മതി. നോർമലി നമുക്ക് സ്മൂത്തിക്ക് വെള്ളം ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ പാല് മാത്രം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഐസ് ക്യൂബ്സ് ഇട്ടും ട്രൈ ചെയ്ത് നോക്കുക, കിടിലനായിരിക്കും. അങ്ങനെ പാലും കൂടി ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടാമത് ഇപ്പോൾ ഇടുന്ന ഓറിയോ ബിസ്ക്കറ്റ് അധികം അങ്ങ് പേസ്റ്റ് ആകത്തില്ല, ജസ്റ്റ് ക്രഷ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കറക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല കൺസിസ്റ്റൻസി ഉള്ള ഒരു കിഡിലൻ സ്മൂത്തിയാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ച കുറച്ച് പഴം ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. സ്മൂത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിയാ സീഡ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് അത് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റായി വരത്തുള്ളൂ. 1 മണിക്കൂറൊക്കെ മുൻപിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് അത് സോക്കായി നല്ല പൊങ്ങി വരും. അപ്പം ചിയാ സീഡ് സ്മൂത്തിലിട്ട് കുടിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ സ്മൂത്തിയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഒന്നും ഇല്ലാത്ത ഞാൻ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് ചിയാ സീഡും പഴവും എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് സ്മൂത്തിയുടെ കൂടെ കഴിക്കാൻ ചേമ്പ് വറുത്തത് കൂടിയുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ചേമ്പ് വറുത്തത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നുണ്ടാണെന്ന് അറിയത്തില്ല, കിടിലനായിരുന്നു. അപ്പോൾ ദയ വരുമ്പോഴത്തേക്ക് സ്മൂത്തിയും ചേമ്പ് വറുത്തും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൾ വന്നതിന് ശേഷം പുറത്തിരുന്നത് കുടിക്കുക. വാവ്, എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയോ. അപ്പം ഇന്നത്തെ കുട്ടി ഇവിടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും എന്തായാലും ഈ ഓറിയോ ഷേക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ വരാവേ. ബൈ.